നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ ചായയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നീ പോയി റെസ്റ്റ് എടുത്താൽ മതി. ചെല്. അച്ഛാ ഞാനിപ്പോ വരാം. ഇവിടെ റൂമിലാക്കി വരാം. ശരി ശരി. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ ഈ ബിസിനസ് നിർത്തുക തന്നെ വേണം. അങ്ങനെ മണ്ടത്തിലൊന്നും ചിന്തിക്കാതെ ബിസിനസിന്റെ വഴിക്ക് തന്നെ പോട്ടെ. കുടുംബത്തിന്റെ വഴിക്ക്. അങ്ങനെ ആവട്ടെ. അച്ഛൻ എന്ത് പറയുന്നോ അതാണ് എന്റെ തീരുമാനം. അല്ല, വന്ദന ചേച്ചിക്ക് ബോറടിച്ചോ? ഇല്ല, ഒരു ഫോൺ കോളിന്റെ കാര്യം പറയാൻ മറന്നുപോയതേ ഉള്ളൂ. അതിനുവേണ്ടി വിക്രം കോടികളുടെ ബിസിനസ് തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഞാൻ വിക്രമിന്റെ മഹാമനസ്കതയെ കുറിച്ചൊന്ന് ഓർത്തുപോയതാ. അയ്യോ, വീണ്ടും ഒരു കാര്യം മറന്നു. അച്ഛനും ചേച്ചിയും വന്നിട്ട് എത്ര നേരമായി? നീ ഒരു ചായ എടുത്തോ? പക്ഷേ വേണ്ട, പോയി ചായ എടുത്തിട്ടോ. ചെല. ശരി. അച്ഛാ, ഞാൻ അവളെ ഒന്ന് സഹായിച്ചിട്ട് വരാം. ശരി മോളെ. അച്ഛൻ ഫോൺ വിളിച്ച കാര്യം വിക്രം നിന്നോട് പറയാതിരുന്നത് മറന്നു പോയിട്ടൊന്നുമല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. നമ്മുടെ കുടുംബമായിട്ട് നിനക്ക് യാതൊരു കണക്ഷനും പാടില്ല. കാരണം വിക്രം അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാ ഞങ്ങളുമായി നല്ല സൗഹൃദത്തിലാണെന്ന് അയാൾക്ക് നിന്നെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ഉദ്ദേശത്തോടെ വിക്രം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ ചേച്ചിയുടെ തെറ്റിദ്ധാരണയാ. ബിസിനസിന്റെ തിരക്കും തലവേദനയും ചേച്ചിക്കറിയില്ലല്ലോ, പക്ഷെ എനിക്കറിയാം. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ചില നേരത്ത് സമയം കിട്ടാറില്ല. പിന്നെയാണോ ഒരു ഫോൺ കോളിന്റെ കാര്യം? അതന്ന് മറന്നു പോയത് തന്നെ ചേച്ചി. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പിന്നെ നിനക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വിക്രമിന്റെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അതെ, ഏട്ടൻ എനിക്ക് അർഹിക്കുന്നതിലധികം സ്നേഹം തരുന്നുണ്ട്. എന്നെ താഴെ വെക്കാതെയാ നോക്കുന്നത്. എല്ലാവർക്കും ഒരു ഉപകാരിയും നല്ലൊരു മനുഷ്യ സ്നേഹിയുമായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബിസിനസ്സേ ഇല്ല. ഇനി നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവന് തുല്യ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ കൊണ്ട് അത് കച്ചവടം നടത്തിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാവൂ? ഈ നിൽക്കുന്ന വർഷം എനിക്ക് ജീവനാ. ശ്യാമിന്റെ വീട്ടിൽ ചെന്ന് വിക്രം കാണിച്ച ക്രൂരതകളൊന്നും ഇപ്പൊ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് വിശ്വസിക്കില്ല. ദുഃഖങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ കഴിയട്ടെ വർഷം. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. അയ്യോ, ഞാൻ മറന്നു. ഞാൻ ചായ ഇടാം. അച്ഛന് ചായ കൊടുക്കണ്ടേ? ചേച്ചി അതിനിടയ്ക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണും. എന്തു പറയാൻ? പക്ഷേ മോളെ, പക്ഷേ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഓക്കെ ആണോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. മോളെ, അച്ഛന് ചായ കൊടുത്തില്ല. പക്ഷേ ചായയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നീ പോയി റെസ്റ്റ് എടുത്താൽ മതി. ചെല്. അച്ഛാ ഞാനിപ്പോ വരാം. ഇവിടെ റൂമിലാക്കി വരാം. ശരി ശരി. അച്ഛനിരിക്കും. ഒരു ചായ കയ്യിൽ നിന്ന് വീണതേ ഉള്ളൂ. അവന്റെ സ്നേഹം കണ്ടില്ലേ? വിക്രം അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ മോള് ഭാഗ്യവതിയാ.
നിങ്ങളോട് ഇവിടെ വരാനാണോ ജഗൻ പറഞ്ഞത്? അതെ അച്ഛാ, ജഗനെന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഇവിടേക്ക് വരാനാ പറഞ്ഞത്. ജഗനെ കാണുന്നില്ലല്ലോ. എന്തായിരിക്കും ജഗൻ എന്നോട് പറയാനുള്ളത്? അത് മിക്കവാറും ആ പ്രോപ്പർട്ടിയുടെ പ്രമാണത്തെ കുറിച്ചാവും. അതായിരിക്കും. അച്ഛാ, ദേ ജഗൻ. ജഗൻ, ജഗ. ആ വന്ദന ഒറ്റയ്ക്ക് വരുമെന്ന് കരുതിയപ്പോൾ അച്ഛനെയും കൊണ്ടാണല്ലോ വരവ്. ഇനിയിപ്പോൾ വന്ദനോട് ഞാൻ കാര്യങ്ങൾ എങ്ങനെ തുറന്നു പറയും? എങ്ങനെ ഇതിൽ നിന്നും തടിതെത്തും? ജഗൻ നേരത്തെ എത്തിയോ? ആ ആ ജഗൻ എന്തോ അത്യാവശ്യ കാര്യം വന്ദനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ ആ ആ പറഞ്ഞു. പറഞ്ഞു? എന്താ മോനെ? അച്ഛാ, അത് ഹലോ, എവിടെ? മുക്കോലക്കൽ ജംഗ്ഷനിലോ? ആ ആ വരാം വരാം. ഇവിടുന്ന് അവിടം വരെ എത്താനുള്ളൊരു 10 മിനിറ്റ്. ആ ശരി. ആ ആ വനെ, ആ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്. നിങ്ങൾ സംസാരിക്കേ. ആ ആ മോളെ വിളിച്ചാ മതി, അച്ഛൻ വരാം. ആ ശരി. എന്താ ജഗനോട് പറയാനുള്ളത്? എനിക്ക് ജഗനോട് ഒരു കാര്യം പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.